മുഴുവൻ ഉത്കണ്ഠയോടുകൂടി നോക്കുന്ന ഒരു യുദ്ധമാണ് ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാൻ ഇസ്രായേൽ യുദ്ധം. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം കഴിഞ്ഞിട്ട് ജനങ്ങളൊന്ന് സമാധാനത്തോടെ ഇരുന്നുറങ്ങിയ സമയത്താണ് ഇസ്രായേൽ ഇറാനിലേക്കുള്ള ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. എന്നാൽ വെറുതെ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ഇറാനെ ആക്രമിക്കുകയായിരുന്നില്ല. കാലങ്ങളായിട്ടുള്ള ഏതാണ്ട് 50 വർഷം 49-50 വർഷം അവർ തമ്മിലുള്ള വൈരമാണ് ഇതിന് വഴിതെളിച്ചിരിക്കുന്നത്. അവർ തമ്മിൽ മാത്രമല്ല, ഈ പറയപ്പെടുന്ന ചുറ്റിനുമുള്ള അറബ് രാഷ്ട്രങ്ങളെല്ലാം തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഇറാനിട്ടൊരു അടി കൊടുക്കണം എന്നുള്ളത്. കാരണം മറ്റു രാജ്യങ്ങളെ എല്ലാം ഭയപ്പെടുത്തിക്കൊണ്ട് അവർ ആയുധ നിർമ്മാണം, വെറും ആയുധമല്ല ആണവ ആയുധ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നു. പണ്ട് കാലങ്ങൾക്ക് മുൻപ് ഇസ്രായേലും ഇറാനും തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു. എന്നാൽ 1971 ശേഷം ആ സൗഹൃദം ഉലഞ്ഞു എന്ന് തന്നെ പറയാം. വേറൊന്നും കൊണ്ടല്ല, ഈ ആണവ നിർമ്മാണം തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ആണവ ആയുധങ്ങളുടെ നിർമ്മാണത്തിന് ഇറാൻ എന്തോ പ്രത്യേക താല്പര്യമുള്ളത് പോലെയാണ്. മറ്റെല്ലാ രാജ്യങ്ങളും തന്നെ കാൽക്കീഴിൽ വരണമെന്ന ആഗ്രഹം കൊണ്ടാണോ എന്ന് അറിയില്ല. എന്തായാലും ഇറാൻ അത് തുടർന്നുകൊണ്ടേയിരുന്നു. പവർഫുൾ ആയിട്ടുള്ള 9 ടൈപ്പ് ഓഫ് ആണവ ആയുധങ്ങൾ ഇറാന്റെ കയ്യിൽ ഇപ്പോഴുണ്ടെന്ന് തന്നെയാണ് ഇസ്രായേൽ പറയുന്നത്, ഇസ്രായേൽ വാദിക്കുന്നത്. ഇസ്രായേൽ പാലസ്തീനെതിരെ ആക്രമണം നടത്തിയപ്പോൾ അവർ പറഞ്ഞ ന്യായം എന്ന് പറയുന്നത്, ഞങ്ങൾ ഒരിക്കലും പാലസ്തീനികൾക്കെതിരെയല്ല, ആ രാഷ്ട്രത്തെ സാധുക്കളായ ജനങ്ങൾക്കെതിരെയല്ല, അവിടുത്തെ തീവ്രവാദികൾ, ഹമാസിനെ പോലെയുള്ള തീവ്രവാദികൾക്കെതിരെയാണ്, അവരെ ഞങ്ങൾ ഉന്മൂലനം ചെയ്തിരിക്കും. കാരണം അത് ഞങ്ങളുടെ രാജ്യത്തിന്, അതായത് ഇസ്രായേൽ എന്ന രാജ്യത്തിന് ഭീതിയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ രാജ്യത്തിന്റെ നാശത്തിന് അത് കാരണം ആണ് എന്നതുകൊണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ ചെയ്യുകയും ചെയ്തു. അവർ പറഞ്ഞതുപോലെ തന്നെ പാലസ്തീനിലെ സാധാരണ ജനങ്ങൾക്ക് വാർണിംഗ് കൊടുത്തിട്ടാണ് അവർ പലയിടത്തും ആക്രമണം, ബാലിസ്റ്റിക് മിസൈലുകൾ പോലുള്ള മിസൈലുകൾ വർഷിച്ചതെന്നാണ് അവർ എല്ലായ്പ്പോഴും പറയാറ്. എന്നാൽ അത് വലിയൊരു ദുരന്തം തന്നെയായിരുന്നു. ഗാസ പോലുള്ള പല വൻ നഗരങ്ങളും വെറും വെണ്ണീറായി മാറുന്ന ഒരു അവസ്ഥയായിരുന്നു ആ യുദ്ധത്തിന് ശേഷം ലോകം കണ്ടത്. ഇനി അത് തന്നെയാണ് ഇറാനിലും സംഭവിക്കാൻ പോകുന്നതെന്ന് ഓർത്ത് ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ലോകം. എന്നാൽ ഇറാൻ പാലസ്തീൻ അല്ല. ഇറാന്റെ ആയുധ ശേഖരം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഇരട്ടിയിലധികമാണ്. ഇസ്രായേലിന് 5 ദശലക്ഷം സൈനികരാണ് കയ്യിലുള്ളതെങ്കിൽ ഇറാന്റെ കൈവശമുള്ളത് 12 ദശലക്ഷം സൈനികരും ആയുധ ശേഖരങ്ങളുമാണ്, ഇരട്ടിയിലധികം. അതുകൊണ്ട് തന്നെ ഇറാൻ അങ്ങനെ ഭയപ്പെടുന്ന ഒരു രാഷ്ട്രമാണെന്ന് കരുതാനാവില്ല. ഇറാൻ ഒറ്റയ്ക്കാണ് ഇപ്പോൾ ഇസ്രായേലിനെതിരെ പൊരുതിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആരും തന്നെ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ചുറ്റിനും അറബ് രാഷ്ട്രങ്ങളാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു ഷിയ മുസ്ലിം രാജ്യമാണ്. മറ്റ് അറബ് രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത് സുന്നി മുസ്ലിം രാഷ്ട്രങ്ങളാണ്. കാലങ്ങളായിട്ടുള്ള ഷിയ സുന്നി വൈരം തന്നെയാണ് ഇതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. അതിനായിട്ട് അറബ് രാഷ്ട്രങ്ങൾ കൊടുത്ത കൊട്ടേഷൻ എന്നാണ് ലോകം ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന് അറബ് രാഷ്ട്രങ്ങൾ കൊടുത്തൊരു കൊട്ടേഷനാണ് ഇറാനെതിരെയുള്ള ആക്രമണം. ഇറാൻ അത്ര മോശക്കാരനൊന്നുമല്ല. പലവട്ടം ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെയും ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പലവട്ടം പല തീവ്രവാദ ഗ്രൂപ്പുകൾ, ഹിസ്ബുള്ള, ഹമാസ്, ഹൂതികൾ, ഇവരെയൊക്കെ വെച്ചുകൊണ്ടാണ് ഇത്രയും കാലം ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അവരെയൊക്കെ ഇസ്രായേൽ ഉന്മൂലനം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇറാൻ ഇപ്പോൾ ഒറ്റയ്ക്കാണ് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന് അമേരിക്കയുടെ വമ്പൻ സപ്പോർട്ടും അതോടൊപ്പം തന്നെ മറ്റ് അറബ് രാഷ്ട്രങ്ങളുടെ മൗന അനുവാദം ഉണ്ടെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ആരിപ്പോൾ നശിപ്പിക്കപ്പെടും അല്ലെങ്കിൽ നശിക്കപ്പെടും എന്നുള്ള ഭീതിയിലാണ് ലോകം. വേറൊന്നും കൊണ്ടല്ല ലോകത്തിന് ഇത്രയും ഭീതി. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു നിഗൂഢമായ രാഷ്ട്രമാണ്. എന്നാൽ അതോടെ തന്നെ ഒരുപാട് ചരിത്രമുറങ്ങുന്ന രാഷ്ട്രവും തന്നെയാണ്. പക്ഷേ അവിടെ ഒരു നാർസിസ്റ്റിക് ഫാസിസ്റ്റിക് നിയമം നിലനിൽക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇസ്ലാമിക നാർസിസം അവിടെ നിലനിൽക്കുന്നതുകൊണ്ടാണ് ലോകത്തിന് അവരെ ഇഷ്ടമല്ലാത്തത്. ലോകം ഇന്ന് ജനാധിപത്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ പറയപ്പെടുന്ന പോലെ ഇറാൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ജനാധിപത്യ രാഷ്ട്രമല്ല, സ്വേച്ഛാധിപത്യമാണ് അവരുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രങ്ങളും അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു പക്ഷേ അവിടുത്തെ ജനങ്ങളെ യുദ്ധത്തിൽ സഹായിച്ചേക്കാം, ഭക്ഷണവസ്തുക്കളും ഭക്ഷ്യവസ്തുക്കളും കൊടുത്ത് സഹായിച്ചേക്കാം. പക്ഷെ ഒരിക്കലും ഇറാനെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കുകയില്ല. എന്നാൽ ഇസ്രായേൽ ഇന്ത്യയുടെ അടുത്ത സുഹൃത്താണ് താനും. പക്ഷേ ഇറാനെ ഇവിടെ നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യം, അവരുടെ കയ്യിൽ അണ്വായുധമുണ്ട്. പല തരത്തിലുള്ള ആയുധങ്ങൾ, അണ്വായുധ ശേഷിയും ശേഖരവും അവരുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരു നിമിഷാർദ്ധത്തിൽ അവർക്കത് തോന്നിയാൽ, ഏതെങ്കിലും ഒരു ബാലിസ്റ്റിക് മിസൈലിനോടൊപ്പം ഒരു അണ്വായുധം വർഷിക്കണമെന്ന് തോന്നിയാൽ ഇസ്രായേൽ എന്ന രാജ്യം പിന്നെ ഈ ഭൂലോകത്തില്ല. ഇത്രയും കാലം തങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന രാജ്യത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ നെറുകയിലെത്തിയ ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ആ ഇസ്രായേൽ അവരുടെ സ്വത്വത്തെ, അവരുടെ ആ ഒരു നിലനിർത്താനായിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന കാലങ്ങളായിട്ട്. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഇറാനെ നശിപ്പിക്കാൻ, ഇറാനെ ഇല്ലാതാക്കാൻ ഉറപ്പായിട്ടും ഇസ്രായേൽ ശ്രമിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ അങ്ങനെ പാലസ്തീനെ നശിപ്പിച്ചു കളഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഗാസയെ നശിപ്പിച്ചു കളഞ്ഞതുപോലെ, ഹമാസിനെ തുരത്തിയതുപോലെ, ഹിസ്ബുള്ളയെ ഇല്ലാതാക്കിയതുപോലെ അത്ര പെട്ടെന്നൊന്നും ഇറാൻ എന്ന രാഷ്ട്രത്തെ ഇസ്രായേലിന് തകർക്കാൻ സാധിക്കില്ല. അത് അവരുടെ ആയുധ ശേഖരത്തിന്റെ പവർ തന്നെയാണ്.
ഇസ്രയേലിന് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ആയുധ ശേഖരങ്ങൾ ഇറാന്റെ കൈവശമുണ്ടെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തെ ലോകം മൂന്നാം ലോക മഹായുദ്ധം എന്ന രീതിയിൽ തന്നെ പേടിയോടെ കാണുന്നുണ്ട്. ലോകം ഒരിക്കലും ഒരു കാര്യത്തിനും ആശാവഹമായ ഒരു കാര്യമല്ല. അത് എക്കാലവും എന്നും നഷ്ടങ്ങളും ദുഃഖങ്ങളും മാത്രമാണ് രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്തിനുണ്ടാക്കുക. എന്തായാലും ഈ രണ്ട് രാഷ്ട്രങ്ങളും യുദ്ധം അവസാനിപ്പിക്കും, എത്രയും പെട്ടെന്ന് സമാധാനം ലോകത്തിന് കൈവരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ന്യൂസ് ഡെസ്ക് IBN മലയാളം.